തൃശ്ശൂരിലെ പരാജയം പാർട്ടിക്കേറ്റ മുറിവ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജാഗ്രത കാണിച്ചോ എന്ന് പാർട്ടി വോട്ട് ചോർന്നോ എന്ന് പരിശോധിക്കണം. മുതിർന്ന നേതാവ് കെ ഇസ്മയിലിന് മുന്നിൽ വാതിലടക്കില്ല. പക്ഷേ അത് അകത്ത് കയറ്റലല്ല. വേദിയിലിരിക്കാൻ കെ ഇസ്മയിൽ യോഗ്യതയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ബിനോയ് വിശ്വത്തിന് മറുപടി. അരുൺരാജാണ് ആ വാർത്തകൾ വെച്ചിരുന്ന. അരുൺരാജ്, വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നു നടക്കുകയാണ്, പക്ഷേ അകത്തോട്ട് കയറാനും പാടില്ല. അതെങ്ങനെ ശരിയാവുമായിരുന്നു? തീർച്ചയായും ഹാഷ്മി, CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഈ കെ ഇസ്മയിൽ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കെ ഇസ്മയിലിന് മുന്നിൽ പാർട്ടി വാതിൽ അടച്ചിട്ടില്ല, പക്ഷേ അത് അകത്ത് കയറ്റിലല്ല, തെറ്റ് തിരുത്തി വേണം അദ്ദേഹം തിരിച്ചെത്താൻ എന്നുള്ളതാണ് ബിനോയ് വിശ്വം നൽകിയ മറുപടിയിൽ പറയുന്നത്. കാരണം ഇസ്മയിലിനൊപ്പം തന്നെ പാർട്ടിക്ക് പുറത്തേക്ക്, ഈ പ്രായപരിധിയെ തുടർന്ന് പാർട്ടിക്ക് പുറത്തേക്ക് പോയവരാണ് പന്ന്യൻ രവീന്ദ്രനും C ദിവാകരനും. പക്ഷേ അവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കെ ഇസ്മയിൽ പിന്മാറണം എന്നുള്ള കടുത്ത വിമർശനം കൂടി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. താൻ നേരിൽ പോയി കണ്ടതാണ് കെ ഇസ്മയിലിനെ, പക്ഷേ ഫലമുണ്ടായില്ല. കെ ഇസ്മയിൽ മാത്രമല്ല പാർട്ടി ഉണ്ടാക്കിയത്, നിരവധി പേരുടെ അധ്വാനവും ചോരയും കൊണ്ടാണ് ഈ പാർട്ടി ഉണ്ടാക്കിയതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇപ്പോൾ ബിനോയ് വിശ്വം നടത്തുന്നുണ്ട്. മറ്റൊന്ന് തൃശ്ശൂർ വിഷയമാണ്. തൃശ്ശൂർ വിഷയം CPIക്കേറ്റ മുറിവാണ് എന്നുള്ളതാണ് ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ തന്റെ നിലപാടായി വ്യക്തമാക്കിയത്. ജാഗ്രത കാട്ടിയോ എന്ന കാര്യം പരിശോധിക്കണം. നമ്മുടെ ഭാഗത്ത് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. പാർട്ടി വോട്ടുകൾ ചോർന്നതിലും അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തന്നെ മുന്നോട്ട് പോകണം, അത് അനിവാര്യതയാണ് എന്നുകൂടി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ മറുപടിയിൽ കൃത്യമായി രാഷ്ട്രീയപരമായ മറുപടി കൂടി ഉണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതാണ്. മന്ത്രിമാരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അത് നമ്മുടെ മന്ത്രിമാർ കൂടിയാണ് എന്ന കാര്യം ആലോചിക്കണം. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തന്നെയായിരിക്കും സംസ്ഥാന നേതൃത്വവും മന്ത്രിമാരും മുന്നോട്ട് പോവുക. അക്കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്നുകൂടി ഈ നിലപാടിന്റെ ഭാഗമായി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മീനാങ്കൽ കുമാർ അടക്കമുള്ളവർക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. രണ്ടുപേർ ഇപ്പം ബിനോയ് വിശ്വത്തെ വിമർശിച്ച് 2 പേർ കൗൺസിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൂടുതൽ നേതാക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കെ ഇസ്മയിലിൻ്റെ വാതിൽ കുറച്ചുകൂടി ശക്തമായി തന്നെ തുറന്നു കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും കുറച്ചുകൂടി ശക്തമായി തന്നെ വാതിൽ കുട്ടിയടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ബിനോയ് വിശ്വത്തിന് എതിര് നിൽക്കുന്നവർ, അല്ലെങ്കിൽ നേതൃത്വത്തോട്, ഒഫീഷ്യൽ പക്ഷത്തോട് എതിര് നിൽക്കുന്നവരെ, എതിർസ്വരം ഉയർത്തുന്നവരെയൊക്കെ വെട്ടിയൊതുക്കുന്ന ഒരു നടപടിക്രമം അവിടെ പരോക്ഷമായി നടക്കുന്നുണ്ട്. അരുൺ, തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ്, പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയില്ല, പാർട്ടിക്ക് ഏകസ്വരമാണ്. പക്ഷേ ആ ഏകസ്വരം എടുക്കുമ്പോൾ പോലും ഞങ്ങൾ എടുക്കുന്ന നിലപാട് അത് പാർട്ടിയുടെ നിലപാടാണ് എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറയുന്നത്. പക്ഷേ ആ നിലപാടിൽ എവിടെയൊക്കെ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിനടക്കം ഈ വിഭാഗീയതയുടെ പേരിൽ പുറത്തേക്ക് പോയവർ അത് വിമർശനമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ചെറുതായി തന്നെ അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം പൊട്ടിത്തെറികൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപക്ഷെ അത് പ്രതികരണ രൂപത്തിൽ കൂടുതൽ ശക്തമായി പുറത്തേക്ക് വന്നാൽ അത് CPIക്കുള്ളിൽ ചെറുതല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അടൂരും ആലപ്പുഴയും ഇപ്പോഴും മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെയാണ് സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ വരുംകാലത്തിലും ഇനിയും വിഭാഗീയത ഉയർന്നു വരാനുള്ള സാധ്യത നേതൃത്വം കാണുന്നു. കെ ഇസ്മയിലുള്ള നടപടി കടുപ്പിക്കുന്നതിലൂടെ പാർട്ടിക്കുള്ളിൽ ഇത്തരം വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ശക്തമായ നടപടി പാർട്ടി എടുക്കും എന്ന സൂചന കൂടിയാണ് സംസ്ഥാന നേതൃത്വം ഈ സമ്മേളനത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അരുൺരാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.